ഹായ് എവരിവൺ. അപ്പോൾ ഇന്നൊരു ബിസി ഡേ ആയിരുന്നു കേട്ടോ. ഇന്ന് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ നൂലപ്പം തേങ്ങാപ്പാലായിരുന്നു ഉണ്ടാക്കി, നൂലപ്പം ഇടിയപ്പം. അപ്പോൾ എനിക്കും അത് ഭയങ്കര ഒരു ഇഷ്ടമില്ലാത്ത സംഭവമാണ് ഈ തേങ്ങാപ്പാൽ. മധുരം ഇട്ടിട്ട് രാവിലെ തന്നെ കഴിക്കുന്ന അത്ര പോവില്ല. അപ്പോൾ ഞാനത് കഴിച്ചിട്ടില്ലായിരുന്നു. പകരം ഞാനൊരു മുട്ട പുഴുങ്ങിയത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു മുട്ട പുഴുങ്ങിയതും കഴിച്ചാണ് പോകുന്നത്. പക്ഷേ പിന്നെ ഇവിടെ പർച്ചേസിങ്ങിന് സൂപ്പർ മാർക്കറ്റിൽ എത്തിയപ്പോഴേക്കും 11-12 മണിയായിരുന്നു. പണികളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ എല്ലാ പണികളും കഴിഞ്ഞെത്തിയപ്പോൾ അപ്പോഴേക്കും എനിക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചെറിയൊരു സ്നാക്സ് കഴിച്ചു. പിന്നെ പർച്ചേസിങ് കഴിച്ചതിന് ശേഷം കേട്ടോ പർച്ചേസിങ് തുടങ്ങിയത്. കാരണം വിശന്നപ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അതൊരു പ്രശ്നമുണ്ട് വെച്ചിട്ട് കഴിച്ചാണ് ഇറങ്ങിയത്. ഓഫർ ടൈം ആയതുകൊണ്ട്, അതായത് ചില ദിവസങ്ങളിൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഓഫർ വരുന്നതുകൊണ്ട് അന്ന് ഭയങ്കര തിരക്കുണ്ടായിരുന്നു. വെജിറ്റബിൾസിനൊക്കെ വില കുറയുന്നതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടോ. പിന്നെ ഇതൊരു റോസ് വാട്ടറാണ് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഒരു ജെൽ ബേസ്ഡ് ആണത്. ഓയിലി സ്കിന്നിനും ഒക്കെ എല്ലാ സ്കിന്നിനും നല്ലതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ മാർക്കറ്റിൽ പോയി ഫിഷ് വാങ്ങിച്ചു. പിന്നെ എനിക്കൊരു പുസ്തകം വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് നേരെ പോയത് എജുമാർട്ടിലാണ്. എജുമാർട്ട് ഒരുവിധം എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഞാൻ ഒരു ഒട്ടുമിക്ക പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട്, നോവൽസ് ഇപ്പോൾ വന്നപ്പോൾ. ഒരു പുസ്തകം ഞാൻ വായിക്കാത്തതായിരുന്നു. അപ്പോൾ അങ്ങനെ വായിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. ഒരുപാട് പുസ്തകങ്ങളുണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് തന്നെ കൺഫ്യൂഷനാവും ഏതെടുക്കണം എന്നുള്ളത്. ഒരുപാട് പുസ്തകങ്ങളുണ്ട്. നോവൽസായിട്ടും കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ സ്റ്റോറി ഐറ്റംസ് അങ്ങനെ ആയിട്ടും. ഇതൊക്കെ ഞാൻ വായിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലൊരു ഒരിക്കൽ എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ വന്നിരുന്നു. അപ്പോൾ അതായിരുന്നു വായിക്കണം എന്നുണ്ടായിൻ്റെത്. അപ്പോൾ അത് കിട്ടി. അപ്പോൾ നമുക്കിങ്ങനെ ഈ ഫുൾ ടൈം നമ്മൾ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം ആ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ വേറൊരു ഫീലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് സോഷ്യൽ മീഡിയേൻ്റെ യൂസേജ് കുറച്ചിട്ട് പുസ്തകം നോക്കാമെന്ന് വെച്ചു. പിന്നെ ഞാൻ കുറച്ചിങ്ങനെ അതിൻ്റെ ഉള്ളിൽ കുറച്ചൊന്നിങ്ങനെ കറങ്ങി കണ്ടിട്ടോ. ഒരുപാട് സാധനം, സ്റ്റോറേജ് ബോക്സുകൾ, ഡെക്കറേഷൻസ് ഐറ്റംസ്, ബാഗ്, ടോയ്സ്, അങ്ങനെ പല ഐറ്റംസ് ഉണ്ട് കേട്ടോ. You think of me, but if you're just too cool, I won't be your fool. ഇവിടെ മറ്റേ ക്യാൻഡിൽസൊക്കെ ഉണ്ടായിരുന്നു, സ്മെല്ല് വരുന്ന ക്യാൻഡിൽസൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വാങ്ങണ്ട, ആവശ്യമില്ല. എനിക്ക് ആഗ്രഹമുണ്ട് കത്തിച്ച് അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ. പക്ഷേ ഇപ്പോൾ ആവശ്യമില്ല. ഇനി മേ ബി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ തിരിച്ച് ഞാൻ വീട്ടിലെത്തി. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓൺലൈനായിട്ട് കുറച്ച് കറ്റാർ വാഴൻ്റെ ജെല്ല് ഓഫർ കണ്ടപ്പോൾ വാങ്ങിച്ചത് കേട്ടോ. നല്ല ലാഭമായിരുന്നു. എനിക്ക് 6 ബോട്ടിൽ കിട്ടി. ഒരു 200 സംതിങ്ങിനാണ്. നല്ല സാധനം, സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് കറ്റാർ വാഴ ജെല്ല്. അങ്ങനെ പിന്നെ വീട്ടിലെത്തി. രാവിലെ പോയതല്ലായിരുന്നു. ഉണങ്ങിയ കുറച്ച് ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കാണ്ടായിരുന്നു, മക്കളതും എൻ്റെ ഒക്കെ. അങ്ങനെ അതൊക്കെ ഫോൾഡ് ചെയ്ത് വെച്ച്
turn into the worst of that. Held on to every broken spot. I wish I never told you why I feel so. ഇനി ഹിജാബിൻ്റെ ഷോളുകളൊക്കെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഒരു സ്റ്റോറേജ് ബോക്സ് ഉണ്ട്, അതിലാണ് കേട്ടോ വെക്കൽ. അത് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്. എല്ലാ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും മീഷോയിലും എല്ലാം ഉണ്ടാവും. അപ്പോൾ സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് പാൻറ്റുകളൊക്കെ മടക്കി വെച്ച് അങ്ങനെയൊക്കെ വെക്കുന്നൊരു ബോക്സ് ആയിട്ടാണ്. പക്ഷേ ഞാനതിൽ ഷോളാട്ടോ, ഷോളിങ്ങനെ റോൾ ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന്, ഇതാണ് ബോക്സ്, പെട്ടെന്ന് എടുക്കാൻ സുഖമാണ്. മറ്റേത് ഹാങ്ങേഴ്സിൽ നമ്മൾ തൂക്കിയിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു വിധം കെട്ടാക്കിയിട്ടാണല്ലോ തൂക്കിയിടുക. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിങ്ങനെ അവിടെ ഇങ്ങനെ ചുളിഞ്ഞിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് തോന്നി. പിന്നെ എടുക്കുന്ന സമയത്ത് ഒരു ചുളിവ് വരും, അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായി തോന്നി. പിന്നെ ഈ എൻ്റെ മേഷനിൽ ഈ ഒരു മേലെ വിരിച്ചിരുന്ന വിരി ഞാൻ അലക്കിയിട്ടിരുന്നു. അപ്പോൾ അത് അലക്കി കൊടുന്നപ്പോൾ അതൊന്ന് വിരിക്കുക കേട്ടോ. അങ്ങനെ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉമ്മ പല്ല് ഡോക്ടർക്ക് പോകണം എന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാനും ഒരുങ്ങിട്ടോ. എന്നിട്ട് അവിടുന്ന് വന്ന് കുറച്ച് നേരം കുറച്ച് സമയം നിന്നിട്ടേ ഉള്ളൂ. ഈ പറഞ്ഞ ഡ്രസ്സ് പഠിക്കിച്ച് ഇതൊക്കെ ഒന്ന് വിരിച്ച് റെഡിയാക്കി പോയിക്കും പല്ല് ഡോക്ടർക്ക് പോകണം. അപ്പോൾ അങ്ങനെ ഡോക്ടർക്ക് ഇറങ്ങി. ഉമ്മാൻ്റെ പല്ല് വേദന വന്നപ്പോൾ 2 ദിവസമായി വേദന ആയിരുന്നു. അങ്ങനെ കാണിച്ചു നോക്കിയാൽ മതി, എന്തിനാ വേദന പിടിച്ചിരിക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ കഴിഞ്ഞ് പല്ല് ഡോക്ടർ കാണിച്ചു കഴിഞ്ഞ് വന്നതിന് ശേഷം രാവിലേക്കൊക്കെയുള്ള കുറച്ച് മാവ്, ഇഡ്ഡലി, ഉഴുന്നും അരിയൊക്കെ വെച്ചിട്ട് അരച്ചു. പിന്നെ അത് കഴിഞ്ഞ് രാത്രി ഇരുന്നു വാട്ടർമെലണും പേരയ്ക്കും അതായിരുന്നു ഫുഡിൻ്റെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് വന്ന് പർച്ചേസ് ചെയ്ത സാധനങ്ങൾ, പച്ചക്കറി ഇതൊക്കെ എടുത്ത് വെച്ചിരുന്നു. പക്ഷേ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നു എൻ്റെ പേഴ്സണലായിട്ടുള്ള യൂസിന്. അപ്പോൾ അതൊന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല, ബാഗ് അതേപോലെ വെച്ചിട്ടില്ലായിരുന്നു, എടുത്ത് വെക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ രാത്രിയാണ് കേട്ടോ വീട്ടിലെത്തി. കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ മക്കൾ വരലും മക്കൾക്ക് ഫുഡ് കൊടുക്കലും അവരെ പഠിപ്പിക്കലും ഒക്കെ തിരക്കായിരുന്നു. പിന്നെ അവരൊക്കെ ഒരു ഭാഗത്താക്കി കിടത്തി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ഇതൊക്കെ ഇത് നെല്ലിക്ക, ഡ്രൈ ഫ്രൂട്ട്സ് നെല്ലിക്കയാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കുട്ടികൾ മിഠായിക്ക് ഇങ്ങനെ വാങ്ങിച്ചു തിന്നുന്ന സമയം ഇതൊന്നും ഓരോന്ന് കൊടുത്താൽ അവർക്ക് നല്ലതാണ് എന്നും ഒരു മിഠായിൻ്റെ ഒരു ഇത് കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് ഉണക്കമുന്തിരി വാങ്ങിച്ച് വെള്ളത്തിലിട്ട് രാവിലെ വെറൈറ്റിയിൽ കുടിക്കണതിനൊക്കെ നല്ലതാണെന്നൊക്കെ, ബ്ലഡ് ഉണ്ടാവാനും നമ്മൾ കറുത്ത മുന്തിരി അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടോ. Ever since the first time you opened up my world, I just can't seem to close my eyes and sleep. I'm locked inside this daydream, don't need any sleep. അങ്ങനെ പുസ്തകം എടുത്തു വെച്ചു. പിന്നെ ഞാൻ രാവിലെ ചിലപ്പോൾ ഒരു തോന്നലാട്ടോ, അങ്ങനെ സ്ഥിരമായിട്ടൊന്നുമില്ല, ഇടയ്ക്ക് ഇങ്ങനെ ബദാമും മുന്തി അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് വെറും വയറ്റിൽ കഴിക്കലുണ്ട്. അപ്പോൾ അത് കഴുകി കൊടുന്നിട്ട് അതൊന്ന് ഇട്ടിട്ടോ വെള്ളത്തിലിട്ട് വെച്ചു. അങ്ങനെ രാത്രി കിടക്കാൻ നേരത്താണ് അതൊക്കെ ചെയ്യുന്നത്. അതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ ഭയങ്കര ഒരു ബിസി ഡേ ആയിരുന്നു ഇന്ന്. പിന്നെ വീഡിയോസ് കാണുമ്പോൾ അതിന് ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ കമൻറ്റുകളൊക്കെ വരണം. ഇത്രയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. പിന്നെ ലാസ്റ്റ് കിടക്കാൻ നേരമായപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പേഴ്സണൽ ഡയറി ഒന്ന് കുറച്ച് എഴുതി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിന്മേൽ കുറച്ച് നേരം ഇരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ
അത് നിർത്തി കിടന്നു കേട്ടോ. എന്തായാലും ഇത്രയൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ ദിവസം. അപ്പോൾ താങ്ക് യു. But if you're just too cool, I will be a fool.